നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ലേബർ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച രാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, പാൽ, പത്രം, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് സേവനങ്ങൾ തുടങ്ങി അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും പൊതുഗതാഗതം നിലച്ചത് ജനജീവിതം സ്തംഭിപ്പിച്ചു. ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങിയില്ല. KSRTE പണിമുടക്കുന്നതിനാൽ KSRTC ബസ് സർവീസിനെ ബാധിച്ചു. ദീർഘദൂര ബസ്സുകൾ ബുധനാഴ്ച രാത്രി തന്നെ സർവീസ് അവസാനിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങുന്നില്ല. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാപാതയായ താമരപ്പള്ളി ചൊവ്വല്ലൂർപ്പടി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ തൈക്കാട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA നിലവിളക്ക് കൊളുത്തി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാനി, റിജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ, കൌൺസിലർ റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നബാർഡ് RIDF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ ചിലവഴിച്ച് BM&BC നിലവാരത്തിലാണ് 6.7 കിലോമീറ്റർ റോഡ് ടാർ ചെയ്തത്. നിറഞ്ഞ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് കുന്നംകുളത്ത് പൂർണ്ണം. കടകമ്പോളങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടന്നതോടെ നഗരത്തിൽ ഹർത്താലിന് സമാനമായ അന്തരീക്ഷമായിരുന്നു. അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ ഭാഗികമായി നിരത്തിലിറങ്ങിയെങ്കിലും പൊതുഗതാഗതത്തെ പണിമുടക്ക് കാര്യമായി ബാധിച്ചു. രാവിലെ 10 മണിയോടെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലും RMPയുടെ നേതൃത്വത്തിലും നഗരത്തിൽ റാലികൾ സംഘടിപ്പിച്ചു. തൊഴിലാളികൾ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പണിമുടക്കിനോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കാനും കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങിയില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇരുചക്രവാഹനം ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ പൂർണ്ണം. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. ബസ്, ഓട്ടോ, ടാക്സി ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത സമരസമിതി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. കൺവീനർ PT ദേവസി, KCEU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി MS സിദ്ധൻ, PC അബാൽമണി, KT സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. TK ശിവൻ, സ്വപ്ന പ്രദീപ്, ദിവ്യ മനോജ്, സുമന സുഗതൻ, വിധുബാല, ശിവൻ മങ്ങാട്, ML ജോണി, ബൈജു മങ്ങാട്, ജാനകിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ രാജ്യത്ത് കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമായി മാറിയെന്ന് FIT സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MH മുഹമ്മദ്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി FITU ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലേബർ കോഡുകളും തൊഴിലുറപ്പ് ഭേദഗതിയും ഇന്ത്യ-US വ്യാപാര കരാറുമെല്ലാം അതിന് ഉദാഹരണങ്ങളാണെന്നും MH മുഹമ്മദ് പറഞ്ഞു. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ മുഖ്യപ്രഭാഷണം നടത്തി. RNTU ജില്ലാ പ്രസിഡന്റ് PJ മോൻസി, STU ജില്ലാ വൈസ് പ്രസിഡന്റ് മജീദ് പുത്തൻചിറ, KAVP സംസ്ഥാന കൺവീനർ TK മുകുന്ദൻ, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുലൈഖ അബ്ദുൾ അസീസ്, പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി CM അബ്ദുൾ അസീസ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.
ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകൾ നടന്നു. 4 ദിവസങ്ങളിലായി നടത്തിയ പരിഹാര ക്രിയകളുടെ ഭാഗമായി സുദർശന ഹോമം, നരസിംഹ ഹോമം, അഘോര ഹോമം, ഗണപതി ഹോമം, തിലഹോമം തുടങ്ങി വിവിധ പൂജകളുണ്ടായി. തന്ത്രിമാരായ മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, അഗ്നിശർമ്മൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി, MA ശങ്കരനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം ആർത്താറ്റെ കിഴക്കുമുറി ചരണിപ്പറമ്പിൽ താമസിക്കുന്ന പട്ടിയാംപുള്ളി ഷാജി മകൻ വിനായകൻ ആലുവയിൽ വെച്ച് നിര്യാതനായി. 23 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടത്തും. ശ്രീരഞ്ജിനി മാതാവും ശ്രീലക്ഷ്മി സഹോദരിയുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.